നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും സെയിം ടൈമിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എങ്ങനെ വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ഗരുഡ എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ അതിന് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, എങ്ങനെയാണ് ടാർഗറ്റ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഗരുഡ എന്ന് പറയുന്ന സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു ക്വാണ്ടിറ്റിയുടെ ബൈ ചെയ്തിട്ടുണ്ട്. 130ലാണ് ഞാൻ ബൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈ ചെയ്തതിന് ശേഷം നമ്മൾ പൊസിഷനിൽ നിന്ന് ഈ ഓപ്ഷൻ നമ്മൾ ഗരുഡ എന്ന് പറയുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടീഷണൽ എക്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓർഡർ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്യുക, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടീഷണൽ എക്സൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓർഡർ വിൻഡോ ആയിരിക്കും വരുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, OCO ഓർഡർ ചൂസ് ചെയ്യുക. OCO ഓർഡർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കണ്ടീഷൻസ് വേണം ഇവിടെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ 130ലാണ് ബൈ ചെയ്തത്, ഇപ്പോൾ 134ലാണ് എന്ത് ചെയ്യുന്നത്, ഗരുഡ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ടാർഗറ്റ് വേണം ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ LTP എബോവ് നമുക്കൊരു വാല്യൂ ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു 136ൽ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ പ്രൈസും ഞാൻ ഒരു 136.1 വെക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം. അപ്പോൾ താഴെ നമുക്ക് എന്ത് കാണാം, ഒരു LTP ബിലോ പ്രൈസ് കാണാൻ പറ്റും. അവിടെ വാല്യൂവിൽ ഞാനൊരു 128 ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ പ്രൈസ് എന്ത് ചെയ്യുന്നു, 128.1 ഞാൻ ട്രിഗറും വെക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വാല്യൂ കൊടുത്തേക്കുന്ന വാല്യൂ പ്രൈസ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ആദ്യം ഏത് പ്രൈസ് എക്സിക്യൂട്ട് ചെയ്യുന്നോ അതെന്ത് ചെയ്യും, അത് ട്രിഗർ ആവും. ഇപ്പം നമ്മൾ 130ൽ ബൈ ചെയ്തു, 136ആണ് ആദ്യം ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യും, അതായത് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് 128ലോട്ടാണ് ഈ സ്റ്റോക്ക് ആദ്യം പോകുന്നതെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവുന്നതാണ്, അവിടെ നമ്മൾ ലോസ് ബുക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ പെൻഡിങ് ഓർഡറിലും വന്ന് കിടക്കും. അതിനുശേഷം കണ്ടീഷണൽ ഓർഡർ, ഓക്കെ, കണ്ടീഷണൽ ഓർഡറിലും ഇതിവിടെ വന്ന് കിടക്കുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം ഏത് പ്രൈസ് എക്സിക്യൂട്ട് ആവുന്നോ അവിടെ ഈ പ്രൈസ് ഹിറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റാണ് ആദ്യം ഈ ടാർഗറ്റിലോട്ടാണ് ആദ്യം ഗരുഡ വരുന്നതെങ്കിൽ ആദ്യം നമുക്ക് ടാർഗറ്റ്, അതായത് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ആവുന്നതാണ്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസിലോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ലോസ് ബുക്ക് ആവുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ മോഡിഫൈ ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് മോഡിഫൈയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതെടുത്തിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. ആൻഡ് അതിനുശേഷം നമുക്ക് മോഡിഫൈ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്